ജബൽപൂരിൽ വൈദികരെ ആക്രമിച്ചത് കോൺഗ്രസ് അനുകൂല സംഘടനയെന്ന വാദവുമായി ബി.ജെ.പി നേതാവ് വി മുരളീധരൻ. ക്ഷേത്രത്തിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയാൽ ചിലപ്പോൾ അടികിട്ടുമെന്ന് പി.സി. ജോർജ്. മർദ്ദനമേറ്റ ഫാദർ ഡേവിസ് ജോർജിന്റെ വസതി മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. 3 പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ് പറഞ്ഞു. ബജ്രംഗ് ദൾ VHP പ്രവർത്തകരല്ല ജബൽപൂരിൽ മലയാളികൾ അടക്കമുള്ള വൈദികരെ ആക്രമിച്ചതെന്ന പുതിയ വാദമാണ് ഇന്ന് ബി.ജെ.പി നേതാവ് വി മുരളീധരൻ ഉന്നയിച്ചത്. അക്രമികൾ കോൺഗ്രസ് അനുകൂല സംഘടനയിൽ നിന്നാണെന്നാണ് വാദം. ബി.ജെ.പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ ചേർന്ന ബജരംഗി സേന, ആ സേനയുടെ ആൾക്കാരാണ് ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ അതിന് ബി.ജെ.പിക്ക് എന്താ കാര്യം? ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് ബി.ജെ.പി നേതാവ് പി.സി. ജോർജ്. അവിടെ ക്ഷേത്രത്തിൽ എന്നെ ചെന്ന് മര്യാദ കാണിച്ചു വർത്താനം പറഞ്ഞിട്ട് കാര്യമല്ലുണ്ട്. ചിലപ്പോൾ അടി കിട്ടിയെന്നിരിക്കും, മനസ്സിലായില്ലേ? അതിനകത്ത് അത് ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു ഒന്നുമില്ല. ആ വിശ്വാസം തകർക്കുന്ന രീതിയിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല. പ്രവർത്തിച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും, സഹിച്ചോണ്ടാൽ മതി. ആക്രമണത്തിന് വിധേയനായ ഫാദർ ഡേവിസ് ജോർജിന്റെ വസതിയിലെത്തി മന്ത്രി കെ രാജൻ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചു. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചുമതലയേറ്റു പോകുന്നവരുടെ മുമ്പിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ഭീകരത ചെറുതല്ല. ആക്രമണം നടന്ന് 4 ദിവസം കഴിഞ്ഞാണ് FIR പോലും ഇടാൻ പോലീസ് തയ്യാറായത്. ഒരു സ്ത്രീയും 2 പുരുഷന്മാരും അടക്കം 3 പ്രതികളെ മാത്രമേ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ആരെയും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. പ്രതികളെ തിരിച്ചറിയാൻ കഴിയും വിധം ആക്രമണ ദൃശ്യങ്ങൾ പ്രചരിച്ചിട്ടും നടപടിയെടുക്കാൻ യാതൊരു തിടുക്കവും പോലീസിനില്ല. 24 മുംബൈ.